മനീഷ് മഹിപാൽ ചേരുകയാണ്. തിരുവനന്തപുരത്ത് AKG സെൻട്രലാണ് മനീഷ് മഹിപാൽ ഉള്ളത്. CPIM നേരത്തെ മുതൽ തന്നെ ഇക്കാര്യത്തിൽ കടുത്ത പിടിവാശിയിലായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന നിലപാടായിരുന്നു. മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഈ കാര്യത്തിൽ തങ്ങളുടെ നിലപാട് മാറിയിരിക്കുന്നു, ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ CPIMനെ സംബന്ധിച്ച് ഇത് അവരുടെ ഒരു നയവ്യതിയാനം എന്ന് പറയാവുന്ന തരത്തിലേക്കാണ് ഈ പ്രശ്നം എത്തിയിരുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഈ കേന്ദ്രത്തിൽ നിന്നുള്ള പൈസ വാങ്ങുന്നതിനെ ന്യായീകരിക്കുകയും ചെയ്തിരുന്നതാണ്. മനീഷ്, CPIMനെ സംബന്ധിച്ച് ഇനി എന്താകും തുടർന്ന് ഈ കാര്യത്തിൽ വിശദീകരിക്കാൻ പോവുക? വലിയ പ്രതിരോധത്തിലേക്ക് CPIM പോയിരുന്നില്ലേ? അതായത് വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല, CPIM കഴിഞ്ഞ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റിന്റെയും ഒരു തീരുമാനം അല്ലെങ്കിൽ നിലപാട് ഫണ്ടാണ് മുഖ്യം. അതിൽ രാഷ്ട്രീയ ആശയമല്ല, ഫണ്ടാണ്. അതിന് അതീതമായി ഫണ്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിലേക്ക് ലഭിക്കാനുള്ള കോടികളാണ്. അത് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇതിൽ തീരുമാനമെടുത്ത് നിലപാടെടുത്തത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ CPI ഉയർത്തിയിട്ടുള്ള വലിയ വെല്ലുവിളി, കാരണം ആദ്യഘട്ടത്തിൽ നേരത്തെ നമുക്കറിയാം, പല വിഷയങ്ങളിലും മുൻപ് സംസ്ഥാന സെക്രട്ടറിമാർ പല വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരിന് എടുക്കുന്ന തീരുമാനങ്ങളിലേക്കോ അല്ലെങ്കിൽ പാർട്ടി CPIM എടുക്കുന്ന നിലപാടുകളിലൊക്കെ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുലർത്തുകയും അതിൽ വലിയ രീതിയിലുള്ള ആശയ അടിസ്ഥാനത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ പിന്നീട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വന്ന ശേഷം അത്തരം നിലപാടുകളിൽ ചില വെള്ളം ചേർക്കുന്നു. ബിനോയ് വിശ്വം പോരാ എന്ന നിലപാട് CPIക്ക് അകത്ത് തന്നെ ഉണ്ടാകുന്നു. അങ്ങനെ ചില ഫോൺ സംഭാഷണങ്ങൾ ചോരുന്നു. അങ്ങനെ ബിനോയ് വിശ്വത്തിനെതിരായ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാകുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്ന സംഭവങ്ങൾ CPI കൂടുതൽ ശക്തി ആർജിക്കുന്നു. CPIയുടെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുക എന്നല്ല, മന്ത്രിസഭയിൽ നിന്നും മന്ത്രിമാരെ പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുക. അത് ഒരു തരത്തിൽ ഘടകകക്ഷി ആയിട്ടുള്ള CPI ഈ മുന്നണിയിൽ നിന്ന് തന്നെ മാറിപ്പോകുമോ എന്ന തരത്തിലുള്ള വലിയ ചർച്ചകൾ ഉണ്ടാകുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വെല്ലുവിളിയെ, CPI ഉയർത്തിയ വെല്ലുവിളിയെ മുഖവിലക്കെടുത്തു. അത് രാഷ്ട്രീയ സമ്മർദ്ദമായി തന്നെ, രാഷ്ട്രീയ പ്രതിസന്ധിയെ തന്നെ CPM കണ്ടു. മുഖ്യമന്ത്രി സാധാരണ ഇതിനു മുൻപ് എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിനു മുൻപ് ഒന്നും കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തവണ ഈ CPM എടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രം അതിന്റെ പിന്നിലുണ്ടോ? നേരത്തെ കോൺഗ്രസിന്റെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ BJP ഉയർത്തുന്ന സംശയം പോലെ തന്നെ ഇതൊരു മഞ്ഞുരിക്കൽ നയമാണോ? ഇതൊരു CPIക്ക് കൊടുക്കുന്ന ഒരു മയക്ക് വെടിയാണോ? മറ്റെന്തെങ്കിലും തന്ത്രപരമായിട്ടുള്ള അജണ്ട CPMന് ഇത് സംബന്ധിച്ചുണ്ടോ? ഇത് ഒഫീഷ്യലി സാങ്കേതികമായി ഈ ഒരു പദ്ധതി റദ്ദാക്കാൻ പൂർണ്ണമായി CPMന് സാധിക്കുമോ? ഇതിന്റെ കരട് രേഖ ഈ കത്തയക്കും, അത് പ്രസിദ്ധപ്പെടുത്തണമെന്നുള്ള CPIയുടെ ആവശ്യം. പക്ഷേ ഇത് പ്രസിദ്ധപ്പെടുത്താൻ CPM നേതൃത്വം തയ്യാറാകും. ഇപ്പോഴിതാ CPMന്റെ അവൈലബിൾ കമ്മിറ്റി ചേരുകയാണ്, സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ഇതിനുശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി മാധ്യമങ്ങളോട് എന്താണെങ്കിലും പ്രതികരിക്കും. നേരത്തെ അദ്ദേഹം കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് യോഗത്തിന് വരുന്നതിന് മുൻപ് തന്നെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാണല്ലോ യോഗം ചേരുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എന്നാണെങ്കിൽ ഇന്ന് അദ്ദേഹം ഇതിനുശേഷം മാധ്യമങ്ങളോട് ഏത് വിധത്തിൽ സംസാരിക്കും? ഈ കത്ത് കൊടുത്ത കാര്യങ്ങൾ CPM നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം ഉണ്ടാകുമോ? ഇനി സ്ഥിരീകരണം ഉണ്ടാകുമെങ്കിൽ അത് പരസ്യപ്പെടുത്തുമോ? അത് കേന്ദ്രത്തിൽ കൊടുക്കുന്ന കത്തിൽ ഈ രീതിയിൽ അത് പൂർണ്ണമായും തങ്ങൾക്ക് ഫണ്ട് വേണം, പക്ഷേ അതുമായി ബന്ധപ്പെട്ട ആശയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല, അത് റദ്ദാക്കണം, മരവിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.